ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ്. അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് LP UP എക്സാമിന് വേണ്ടി സൈക്കോളജി ഭാഗത്ത് നിന്ന് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ എന്ന ടോപ്പിക്കാണ്. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ എന്ന ടോപ്പിക്ക് LP UP എക്സാമിൻ്റെ സൈക്കോളജി ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടമാണ്. ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പദങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലക ഘട്ടമാണ്. അവിടെ നമുക്ക് ഏകദേശ പ്രായം എന്ന് പറയുന്നത് 0 to 2 years ആണ്. അതായത് ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള ആ ഒരു കാലഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം. ഇനി ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രിയ ശരീര ഏകോപനത്തിലൂടെയും ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും ശിശു ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നു. എന്താണ് ഇന്ദ്രിയ ചാലക ഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത? ഇന്ദ്രിയ ശരീര ഏകോപനത്തിലൂടെ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും ശിശു ലോകത്തെ അറിയാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സംശയമില്ലെന്ന് കരുതുന്നു. സെക്കൻഡ് സ്റ്റേജിലോട്ട് നമുക്ക് പോകാം. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ പ്രാക് മനോവ്യാപാര ഘട്ടം. പ്രാക് മനോവ്യാപാര ഘട്ടമാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഏകദേശ പ്രായമാണ് നമ്മൾ കണക്കാക്കുന്നത് 2 to 7 years ആണ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ആ കാലഘട്ടമാണ്. ഇവിടെ എന്തൊക്കെയാണ് കുട്ടികളിൽ വരുന്ന ആ ഒരു മാറ്റം അഥവാ സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം. സിംബോളിക് ചിന്ത ഉടലെടുക്കുന്നു. വസ്തുക്കളെ കുറിച്ചുള്ള ധാരണ കൈവരിക്കുന്നു. വസ്തുക്കളുടെ വിവിധ മാനങ്ങളിലുള്ള രൂപങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സിംബോളിക് ചിന്ത നടക്കുന്നുണ്ട്, വസ്തുക്കളെക്കുറിച്ചുള്ള ധാരണ കൈവരിക്കുന്നു, പക്ഷേ വസ്തുക്കളുടെ വിവിധ മാനങ്ങളിലുള്ള രൂപങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം നമുക്ക് നോക്കാം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് അഥവാ മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടം എന്ന് പറയുന്നത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള ആ ഒരു കാലഘട്ടമാണ്. ഇവിടെ എന്താണ് സവിശേഷത? കുട്ടികളിൽ ഉടലെടുക്കുന്ന സവിശേഷത എന്താണെന്ന് നോക്കാം. യുക്തിപൂർവം ചിന്തിക്കാനും വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നു. കാര്യങ്ങളെ ക്രമം തിരിച്ചു ചെയ്യാൻ, വസ്തുവിനെ മാനസിക പ്രതിനിധാനം ചെയ്യാനും കഴിയുന്നു. മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. യുക്തിപൂർവം ചിന്തിക്കാനും വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നു. കുട്ടി യുക്തിപൂർവം ചിന്തിക്കുന്നു, കൂടാതെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നു. കാര്യങ്ങളെ ക്രമം തിരിച്ച് ചെയ്യാനും വസ്തുവിനെ മാനസിക പ്രതിനിധാനം ചെയ്യാനും കഴിയുന്നു. കാര്യങ്ങളെ ക്രമം തിരിച്ച് ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടമാണ് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജായ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. അമൂർത്ത ചിന്തന ഘട്ടമാണ്. വയസ്സ് 11 മുതൽ 15 വരെയാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ? കുട്ടികളിൽ കൈവരിക്കുന്ന സവിശേഷത എന്ന് പറയുന്നത് കൂടുതൽ വ്യക്തമായി യുക്തി ഉപയോഗിക്കുന്നു, കൂടാതെ തന്നെ ഊഹചിന്ത വളരുന്നു. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? വ്യക്തമായി യുക്തിചിന്ത ഉപയോഗിക്കുകയും ഊഹചിന്ത വളരുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ അമൂർത്ത ചിന്തന ഘട്ടം. അങ്ങനെ നമ്മൾ ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ വളരെ വേഗത്തിൽ നോക്കിപ്പോയതാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ജീൻ പിയാഷെയുടെ 4 വൈജ്ഞാനിക ഘട്ടങ്ങളാണ് നമ്മൾ പഠിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.